ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു കോളിഫ്ലവർ ബജി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു കോളിഫ്ലവർ എടുത്ത് നന്നായി കഴുകി കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കഷ്ണങ്ങളിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ഈ കോളിഫ്ലവർ നമ്മൾ ആദ്യം ഒന്ന് കഴുകിയെങ്കിലും ഇതിലെ മുഴുവൻ അഴുക്കുകളും പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലെ കോളിഫ്ലവർ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ബജിയുടെ ബാറ്റർ തയ്യാറാക്കുന്നതിനായി പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കായപ്പൊടി ഇല്ലെങ്കിൽ കായം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അലിയിച്ച് എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ബാറ്റർ ഈ പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഇതൊന്ന് മിസ്സായി പോയി, അതുകൊണ്ടാണ് ഇതിൽ കാണാത്ത ഇടുന്നത്. 1/4 ടീസ്പൂൺ വിനിഗർ കൂടി ചേർത്ത് കൊടുക്കാം. ചട്ടി എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വിടർത്തി ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് കട്ട പിടിക്കും. അതുകൊണ്ടാണ് എണ്ണ കിടന്ന് മൂത്ത് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല മുരുമുരാന്നുള്ള കോളിഫ്ലവർ ബജി തയ്യാറായി. വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർ സ്കൂളിൽ വരുന്ന നേരത്തെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.